നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഫ്രാഞ്ചൈസി എങ്ങനെ കൂപ്പൺ റിസീവ് ചെയ്യും, അങ്ങനെ റിസീവ് ചെയ്യുന്ന കൂപ്പൺ എങ്ങനെ അവരുടെ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യും, ആ കസ്റ്റമർ ഈ കൂപ്പൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതെങ്ങനെ, അതുപോലെ അങ്ങനെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിക്ക് അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ ലഭിക്കും, ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസികൾക്ക് കൂപ്പൺ ആവശ്യമുള്ളവർ കമ്പനിയിൽ റിക്വസ്റ്റ് നൽകുന്ന മുറയ്ക്ക് കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള കൂപ്പൺ ഫ്രീ ആയിട്ട് അവരുടെ ഡാഷ്ബോർഡിലേക്ക് ഇഷ്യൂ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് എത്ര വാലിഡിറ്റി ഉള്ള കൂപ്പണാണ് അവർക്ക് ആവശ്യം, അവരുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്, അത്രയും നമ്പർ ഓഫ് കൂപ്പൺ ഫ്രീ ആയിട്ട് കമ്പനി ഈ ഫ്രാഞ്ചൈസിയുടെ ഡാഷ്ബോർഡിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൂപ്പൺ ലഭിച്ചിട്ടുള്ള കമ്പനി ഫ്രാഞ്ചൈസികൾക്ക് നമ്മുടെ കമ്പനി വെബ്സൈറ്റിൽ കയറി അവരുടെ ലോഗിൻ ID ഉപയോഗിച്ച് അവർക്ക് ലോഗിൻ ചെയ്ത് അവരുടെ തന്നെ ഡാഷ്ബോർഡിലെത്തുമ്പോൾ അവരുടെ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് മൈ ഡാഷ്ബോർഡ് എന്ന കൺസോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൂപ്പൺ ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ കമ്പനിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള മുഴുവൻ കൂപ്പണുകളുടെയും ലിസ്റ്റ് 1 by 1 ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിലവർ എത്രണ്ണം ആക്ടിവേറ്റ് ചെയ്യുന്നോ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ലിസ്റ്റും അവിടെ കാണാൻ സാധിക്കും. ഇനി പുതിയതായിട്ടൊരു കസ്റ്റമർക്ക് കൂപ്പൺ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഫ്രാഞ്ചൈസിക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏത് കൂപ്പണാണോ അവർ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലെ ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവർ എൻട്രി ചെയ്യേണ്ട കുറേ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിൽ കൂപ്പൺ കോഡ് എന്ന് പറയുന്ന ഒരിക്കലും ഫ്രാഞ്ചൈസിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവർ ആർക്കാണോ ഈ കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ പേര് എൻട്രി ചെയ്യുക, അവരുടെ വാലിഡായിട്ടുള്ള ഒരു ഇമെയിൽ ID അത് എൻട്രി ചെയ്യുന്നു. അതിനുശേഷം എന്ന് മുതലാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൊരു കൂപ്പണാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഏത് ഡേറ്റിലാണോ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് അവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ അഡ്രസ്സ്, അവരുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ്, ഇത് ആ അഡ്രസ്സിലേക്കായിരിക്കും അവർക്ക് പ്രോഡക്റ്റുകൾ സെൻഡ് ചെയ്യുന്നത് കമ്പനിയിൽ നിന്ന്. ആ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അവരുടെ കോൺടാക്റ്റ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് കൂപ്പൺ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കൂപ്പൺ ആ വ്യക്തിക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കൂപ്പൺ കോഡും ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID അത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ടായിരിക്കും ആ കൂപ്പൺ ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഏജൻറ്റ് ആ കൂപ്പൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കൂപ്പൺ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിയുമ്പോൾ കൂപ്പൺ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ അവിടെ പുതിയതായിട്ട് എൻ്റർ ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, അവിടെ കൂപ്പൺ നമ്പർ, ആ കസ്റ്റമറുടെ ഏജൻറ്റിൻ്റെ നെയിം, അവരുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവേഷൻ ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നിവരെയാണ് ആ കൂപ്പൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കൂടെ ഒബ്സർവ് ചെയ്യാനൊക്കും. അപ്പോൾ ഇവിടെ ഈ കൂപ്പൺ കോഡും ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ IDയുമാണ് കസ്റ്റമർ പർച്ചേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ എന്ത് ബിസിനസ് ചെയ്താലും അത് നമ്മുടെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിലവിൽ എത്രയാണോ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത് ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്നത് ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ എമൗണ്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്തതിൻ്റെ ബാലൻസ് എമൗണ്ട് നമുക്ക് ഈ ഏജൻറ്റിൻ്റെ പേരിൽ നമ്മുടെ അക്കൗണ്ടിനകത്തിൽ ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് കൂപ്പൺ വർക്ക് ചെയ്യുന്നത്. ഒരു കൂപ്പൺ നമ്മളൊരു കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്തു, അതെങ്ങനെയാണ് ആ കസ്റ്റമർ ആ കൂപ്പൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിന് അടുത്തതായിട്ട് നമുക്ക് അത് നോക്കാം. നമ്മൾ കൂപ്പൺ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് അവർക്ക് ഏത് പ്രോഡക്റ്റാണോ പർച്ചേസ് ചെയ്യേണ്ടത് കാറ്റഗറി സെലക്ട് ചെയ്ത് ആ പ്രോഡക്റ്റിലെത്തി. സപ്പോസ് ഇവിടെ ഒരു ക്ലോക്കാണ് ആ കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സങ്കല്പിക്കും. അപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ നിന്ന് സബ് കാറ്റഗറി ലിസ്റ്റിൽ നിന്നോ അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ക്ലോക്കിനകത്തിൽ സൂപ്പർ ഗ്ലോസി ഫോട്ടോ ക്ലോക്ക് അത് അദ്ദേഹം സെലക്ട് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ഈ ക്ലോക്കിനെ
കസ്റ്റമർ സെലക്ട് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹം അത് സെലക്ട് ചെയ്തു. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് അതിൻ്റെ വേരിയേഷൻ സെലക്ട് ചെയ്തു. 12 ഇഞ്ചിൻ്റെ ഒരു ക്ലോക്കാണ് അദ്ദേഹം സെലക്ട് ചെയ്തതെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം അതിൽ എൻട്രി ചെയ്യേണ്ട ഫോട്ടോ, പ്രിൻ്റ് ചെയ്യേണ്ട ഫോട്ടോ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഡയറക്റ്റായിട്ട് അത് JPG ഫോർമാറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രോഡക്റ്റിനെ നേരെ കാർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ആഡ് ടു കാർട്ട് കൊടുക്കുന്നു. അങ്ങനെ ആഡ് ടു കാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു പ്രോഡക്റ്റ് കൂടെ പർച്ചേസ് ചെയ്യണമെന്നാണ് സങ്കല്പിക്കുക. ഇപ്പോൾ സപ്പോസ് അദ്ദേഹം ഒരു പേഴ്സണലൈസ്ഡ് കീ ചെയിനൂടെ പർച്ചേസ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിന് അദ്ദേഹം കീ ചെയിൻ്റെ സബ് ലിസ്റ്റിനകത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസൈൻ, സപ്പോസ് ഈ ഡിസൈൻ അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. ആ ഡിസൈൻ സെലക്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഫോട്ടോ അദ്ദേഹം അറ്റാച്ച് ചെയ്യുന്നു. ഏതാണോ ഫോട്ടോ വേണ്ടത് അത് അറ്റാച്ച് ചെയ്യുന്നു, അതും കാർട്ട് ചെയ്യുന്നു. അപ്പം ടോട്ടൽ 1025 രൂപയുടെ പ്രോഡക്റ്റാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടോട്ടലിലാണ് ഇനി കൂപ്പൺ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട്. അപ്പോൾ അതിലേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ ബില്ലിംഗ് അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അദ്ദേഹം അവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ അതിൻ്റെ ബില്ലിങ്ങിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ നിലവിൽ കൂപ്പൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്തിൽ ഡിസ്കൗണ്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രോഡക്റ്റിൻ്റെയും വില, അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സും ഫോൺ നമ്പരും ഡീറ്റെയിൽസും എല്ലാം അദ്ദേഹത്തിന് ഏത് അഡ്രസ്സിലേക്കാണോ പ്രോഡക്റ്റ് സെൻഡ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് എല്ലാം എൻട്രി ചെയ്യുന്നു. അതിനുശേഷം വാലിഡായിട്ടുള്ള ഇമെയിൽ ID, അതായത് കൂപ്പൺ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID വേണം ഇവിടെ എൻട്രി ചെയ്യാൻ. കൂപ്പൺ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID, അതിനകത്തിൽ മിസ്റ്റേക്ക് പറ്റിയാൽ കൂപ്പൺ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രാഞ്ചൈസി അദ്ദേഹത്തിന് കൊടുത്ത കൂപ്പൺ കോഡ് അത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലോ മൊബൈലിലോ സേവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമെയിലുണ്ടാകും. അത് ആ ഇമെയിലിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അത് ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കൂപ്പൺ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ആ റേറ്റ് 1000-ൽ നിന്ന് 1025-ൽ നിന്ന് 717 ആയിട്ട് അതിൻ്റെ 30% എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് എൻ്റെ റേറ്റ് 717 ആയിട്ട് കുറയുന്നതായിട്ട് കാണാനും. ഇനി ഇത് പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമുക്ക് ഒന്നുകൂടെ ബില്ലിംഗ് അഡ്രസ്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബില്ലിംഗ് അഡ്രസ്സ് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം പേ നൗ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് ഓർഡറിനെ പ്രൊസീഡ് ചെയ്യിക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിന് പല ഓപ്ഷനുകൾ അവൈലബിളാണ്. അപ്പം പ്ലേസ് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അത് നേരെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് പേ ചെയ്യാം. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഏത് ബാങ്കാണോ അവരുടെ ബാങ്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാകും. ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്താണ് ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കും. അപ്പോൾ പേയ്മെൻറ്റ് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോ ഡയറക്റ്റ് ചെയ്ത് ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഇത് നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു കസ്റ്റമർക്ക് കയറി അത് അവരുടെ കൂപ്പൺ അപ്ലൈ ചെയ്ത് ആ ഡിഡക്ഷൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും. അപ്പോൾ ഇവിടെ 30% ഡിസ്കൗണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ബാലൻസ് 20% ഫ്രാഞ്ചൈസിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമർ
നമ്മൾ ഇഷ്യൂ ചെയ്ത കൂപ്പൺ ഉപയോഗിച്ചൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പേയ്മെൻറ്റിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു എന്നറിയാൻ നമ്മുടെ ഡാഷ്ബോർഡിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്തിൽ ഒരു ഡിക്രീസ് ഉണ്ടായിരിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ഹിസ്റ്ററിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്തു, അതിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി അദ്ദേഹം 205 രൂപയുടെ ഒരു പേയ്മെൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹം 700 രൂപയുടെ പേയ്മെൻറ്റാണ്, 717 രൂപയുടെ പേയ്മെൻറ്റ് അവിടെ ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. പക്ഷേ അതിൽ 20% ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്തിൽ, അതായത് നമ്മൾ മറ്റു പ്രോഡക്റ്റ് മേടിച്ച് കമ്പനിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ടിനകത്തിൽ ഡിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് 0 ആയിരുന്നുവെങ്കിൽ അത് നമുക്ക് ക്യാഷ് ബാക്കായിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്തതിന് വരും. ആ എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്കായിട്ട് കമ്പനിയിൽ നിന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം കമ്പനി അത് ക്യാഷ് ബാക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പം നമ്മൾ മാക്സിമം കൂപ്പണുകൾ നമ്മുടെ നിയർ ബൈ ഷോപ്പുകൾക്കും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒരു കമ്മീഷൻ എത്തിച്ചേരുന്ന ഒരു വ്യവസ്ഥയിലാണ് കൂപ്പൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ആളുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഈ കൂപ്പൺ ഉപയോഗിച്ചുള്ള ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് ഏത് കൂപ്പണുകളും, നമ്മുടെ 4 കാറ്റഗറിയിലുള്ള ഏത് കൂപ്പണുകളും നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നതിനുള്ള അവസരം നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി ഫീച്ചേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.